ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പം ഞാൻ രാവിലെ ഇപ്പം അവിടെ നിന്ന് എണീച്ചു. ഇത് നമ്മൾ ബീച്ചിൻ്റെ അടുത്തുള്ളൊരു റിസോർട്ടാണ്. ഞാൻ കാണിച്ചു തരാം ബീച്ച്. അപ്പോൾ ഇന്നലത്തെ ഉറക്കം കുഴപ്പമില്ലായിരുന്നു ഗായ്സ്. ഞാൻ ബീച്ച് കാണിച്ചു തരാം. അപ്പം ഇതാണ് സെറനിറ്റി ബീച്ച്. അപ്പം ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സൺറൈസ് കാണാനാണ് രസം. സൺറൈസ് കാണാൻ. അപ്പം രാവിലെ വന്നി ബീച്ചിൽ ഇന്നലെ നമ്മൾ താമസിച്ചുകൊണ്ടും ഉറങ്ങിപ്പോയതുകൊണ്ടും നമുക്ക് ബീച്ചിൽ വരാൻ പറ്റിയില്ല. അതാണ് സംഭവം. അപ്പം ഈ ബീച്ചിൽ നിങ്ങൾ വരുവാണെങ്കിൽ രാവിലെ സൺറൈസിന് വരാം. കിട്ടില്ല വ്യൂ ആയിരിക്കും. ഇവിടെ നമ്മൾ മീൻ പിടിക്കാനുള്ളവരൊക്കെ പിടിച്ചിട്ട് വന്നാന്ന് തോന്നുന്നു ഗൈസ്. അതെ, പിടിച്ചിട്ട് വന്നാൽ ഇവിടെ കുറേ ആൾക്കാരുണ്ട്. ഇവിടെയുണ്ട്, അവിടെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട് ആൾക്കാർ. അപ്പം ഇത് ഞാൻ ആ റോക്ക് കാണിച്ചു തന്നില്ലേ, ഇവിടുത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇത് കുറച്ചെങ്ങാണ്ടായിട്ടുള്ളൂ ഭയങ്കര ടൂറിസ്റ്റ് സ്പോട്ടായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെറനിറ്റി ബീച്ച് പോണ്ടിച്ചേരിയുടെ മെയിൻ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അതെന്തോ കുറച്ചായിട്ടുള്ളൂ എന്നാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. ഏതാണ്ട് 20th സെഞ്ച്വറി വരെയൊക്കെ ഇത് അങ്ങനെ വലിയ സെറ്റപ്പ് ഒന്നും ഇല്ലായിരുന്നു. പിന്നീട് ഇതൊരു ഭയങ്കര നമ്മുടെ പോണ്ടിച്ചേരി ടൂറിസ്റ്റ് അട്രാക്ഷനായി മാറി ഈ സെറനിറ്റി ബീച്ച് എന്ന് പറഞ്ഞാൽ. സെറനിറ്റി ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മണ്ണ് കണ്ടോ, മീൻസ് ഭയങ്കര ഗോൾഡൻ കളറാണ് ഇവരുടെ ആ മണ്ണ്. അത് ഇവരുടെ ഒരു പ്രത്യേകതയാണ് എന്നാണ് പറയുന്നത്. സെറ്റപ്പാണ്. ഇതിൻ്റെ ഒരു ആംബിയൻസ് ഉണ്ട്. അത് ഗൈസ് കിടിലൻ ആംബിയൻസ് ആണ്. ഒരു ഭയങ്കര എന്ന് വെച്ചാൽ രാവിലെയും അതിരാവിലെയും നിങ്ങൾക്ക് ഇവിടെ വരാം, വൈകുന്നേരവും നിങ്ങൾക്ക് വരാം. അപ്പം ഒരു കിടിലൻ ആംബിയൻസ്. ഈ വെയിലുള്ളപ്പോൾ ഇച്ചിരി പാടാണ്. ഒരു ഏകാന്തത കിട്ടും, ഭയങ്കര പീസ്, സമാധാനമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. പിന്നെ പറയുകയാണെങ്കിൽ ഈ കപ്പിൾസിൻ്റെ ഒക്കെ അത്യാവശ്യം ഒരു സ്പോട്ടാണ് ഇവിടെ. അപ്പം നിങ്ങൾ പോണ്ടിച്ചേരി വന്നിട്ടുണ്ടെങ്കിൽ സെറനിറ്റി ബീച്ച് ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക. നോക്ക്, ഇവിടെ ഫുള്ള് വണ്ടികളൊക്കെ വെച്ച് നിറച്ച് ആംബിയൻസ് ഒക്കെ കിടിലാണ് ഗൈസ്. അവിടെ വരെ ഞാനേ പല്ല് പോലും തേച്ചുള്ള ഒരു ബ്രഷ് ഞാൻ വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി. ബ്രഷ് കിട്ടുമോ എന്നറിയാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ഞങ്ങൾ ഇന്നലെ രാത്രി വന്നതുകൊണ്ട് ഇത്രയും അടുത്താണ് ഞങ്ങൾ നമ്മുടെ റൂം ബുക്ക് ചെയ്തതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറനിറ്റി ബീച്ചിൻ്റെ ഇത്ര അടുത്താണ് റൂം ബുക്ക് ചെയ്തതെന്ന് എനിക്കൊരു ഗൂഗിൾ മാപ്പിൽ കാണിച്ചായിരുന്നു. പക്ഷേ ഇത്രയും അടുത്താണെന്ന് എനിക്കൊരു നിശ്ചയമില്ലായിരുന്നു. ചുമ്മാ ഇറങ്ങിയപ്പോൾ കണ്ടാണ്. ഇന്നലെ രാത്രി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയില്ല, ആകെ ഫുഡ് കഴിക്കാൻ മാത്രമേ ഇറങ്ങിയുള്ളൂ. അപ്പം ഞാൻ പല്ല് വെച്ചിട്ടൊന്ന് ഒഴുകട്ടെ ഗൈസ്. ഞങ്ങൾ ഈ റൂമിനോട് വിട പറയുന്നു. എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇത് കഴിഞ്ഞു, എൻ്റെ എല്ലാം പാക്ക് ചെയ്തു ഗൈസ്. ഇനി നമ്മൾ ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ അടുത്തുള്ള സ്റ്റേ അല്ലട ബുക്ക് ചെയ്താണ്. ഇതാണ് എൻ്റെ ഇന്നത്തെ കോസ്റ്റ്യൂം. എങ്ങനെയുണ്ട് ഗൈസ്? നല്ലതല്ലേ? അപ്പം അടുത്ത സ്റ്റേയിലേക്ക് പോകും. അപ്പം ഇതാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോണ ഹോട്ടൽ. ഇത് നമുക്ക് വെറും 700 രൂപയ്ക്കാണ് ഗൈസ് കിട്ടിയേക്കണേ, 700 റുപ്പീസ്. അപ്പം ഇതാണ് ഹോട്ടൽ. വഴിയാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഇതാണ് ഗൈസ് റൂമൊക്കെ നല്ലതാണ്. പക്ഷെ ഇത് കണ്ടോ, ഇവര് ബെഡ്ഷീറ്റൊന്നും മാറ്റിയിട്ടില്ല. ഇനി അവരുടെ അടുത്ത് പറഞ്ഞ് മാറ്റണം. ശോകമാണതേ. ഇതൊക്കെ കണ്ടോ, എല്ലാം ഒന്നും മാറ്റിയിട്ടില്ല അവന്മാർ. തലേണയുടെ കവറാണെങ്കിലും തേങ്ങി മാറ്റില്ല. പിന്നെ ഒരു കണ്ണാടി ഉണ്ട്, കണ്ണാടി ഗൈസ്. ഇനി കബോർഡ് ഓഹോ, അത് വേറെ തലേണയാന്ന് തോന്നുന്നു. അത് മറ്റേ ചെറിയ പില്ലോ ഇല്ലേ. പിന്നെയാണ് നമ്മുടെ മെയിൻ സാധനം ബാത്റൂം. ബാത്റൂം ഓക്കെ ആണ്. ബാത്റൂം കഴിയിട്ടുണ്ട്. ഓക്കെ, ഷവർ വലിയ വൃത്തിയൊന്നുമില്ല ഗൈസ്, ആവറേജ്. അപ്പൊ ഇതാണ് ഇന്നത്തെ റൂം. നമ്മൾ കിടക്കാൻ പോകുന്നത് ഇതാണ്. അവരൊരു ഫ്രഞ്ച് കോളനി ടൈപ്പ് എന്നൊക്കെ പറഞ്ഞതെന്ന് തോന്നുന്നു. അത് കുറേ കഫേകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ 1 മണി ആകുമ്പോഴാണ് ഓപ്പൺ ആയിട്ട് തന്നെ. അപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത് ഇതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ അങ്ങ് കയറാമെന്ന് വിചാരിച്ചു ഗൈസ്. കറക്റ്റ് പൊസിഷനിലേക്കാണ് വണ്ടി വെച്ചേക്കണേ. ഞങ്ങൾ നിയമം പാലിച്ചാൽ വണ്ടി ഓടിക്കാറുണ്ട്. റെസ്റ്റോറൻറ്റ് ഭയങ്കര സെറ്റപ്പാണ് റെസ്റ്റോറൻറ്റ്. അതുപോലെ തന്നെ കാശും കൂടുതലാണ് ഗേൾസിൻ്റെ. യെസ്,
ഇതാണ് റെസ്റ്റോറൻറ്റ്. ഇവിടെയാണ് മറ്റേ കൗണ്ടർ. ഓ, സെറ്റപ്പ് കൗണ്ടർ. ഇതാണ് കുറേ ഇതൊക്കെ ഉണ്ട്. സെറ്റപ്പാണ് റെസ്റ്റോറൻറ്റ്. ഇതിൻ്റെ മുകളിലേക്ക് നിലകളുണ്ട്. കൊള്ളാലേ, സെറ്റപ്പാണ്. ചെറിയ സ്പേസാണ്. പക്ഷെ അത് കണ്ടോ, പണ്ടത്തെ നമ്മുടെ പോണ്ടിച്ചേരിയുടെ അവസ്ഥയാണ്. എന്ന് വെച്ചാൽ ഈ സ്ഥലം ഏതാ, നമ്മുടെ ഫ്രഞ്ച് കോളനി എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ കാഴ്ചകളാണ് ഗൈസ് ഈ വെച്ചേക്കണത്. അപ്പോൾ ഞങ്ങൾ മട്ടൻ ബിരിയാണിയാണ് ഗൈസ് ഓർഡർ ചെയ്ത്. കാരണം വേറെ ചിക്കൻ്റെ ഐറ്റത്തിനാണെങ്കിലും ബാക്കിയുള്ള ഐറ്റത്തിനൊക്കെ നല്ല വിലയാണ്. പക്ഷെ മട്ടൻ്റെ ഐറ്റത്തിന് ഇവിടെ 350 റുപ്പീസാണ്. നമ്മുടെ നാട്ടിലെങ്ങാണ്ട് എല്ലായിടത്തും 350, 300 റുപ്പീസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോൾ ഇത് ഓർഡർ ചെയ്യുന്ന ലാഭം. നല്ല മട്ടനായിരിക്കും എന്ന് തോന്നുന്നു. കഴിച്ചു നോക്കട്ടെ മട്ടൻ. ഇപ്പം കുഴപ്പമില്ല കൈസ്, നല്ലതാ. അപ്പോൾ ഞങ്ങളേ കഴിച്ചിട്ട് വരാം. ഇതപ്പം നടന്ന് ഇതാ ഫ്രഞ്ച് കോളനിയുടെ ഏതോ ഒരു ഭാഗമാണെന്ന് തോന്നുന്നു. ഫ്രഞ്ച് കോളനിയുടെ ഭാഗം തന്നെ കണ്ടോ. ഇവിടെ ഫുൾ ക്ലീനാണ് ഗൈസ്, ഭയങ്കര ക്ലീനാണ്. ഭയങ്കര രസമോടെ ഇരിക്കാൻ. ഇവിടെ ഒരു പാലമുണ്ട്, പാലം. നല്ല കാറ്റാണ്, നല്ല കാറ്റ്. ടൂറിസത്തിന് വേണ്ടി അവർ ഫുൾ ക്ലീൻ ചെയ്തിട്ടേക്കുക. നമ്മുടെ നാട്ടിൽ ഇത്രയും വൃത്തിയൊന്നുമില്ല, ഫുൾ വേസ്റ്റ്. ഇത് കണ്ടോ, ഭയങ്കര വൃത്തിയാണ്, ഭയങ്കര വൃത്തി. ആഹാ, വൃത്തിയുടെ കാര്യം പറഞ്ഞ് നാവ് എടുത്തോളൂ. എല്ലായിടത്തും കാണൂലോ ആൾക്കാരൊക്കെ. ഞാൻ പറഞ്ഞല്ല, തിരിച്ച് നല്ല വൃത്തിയായി പോയി അവിടെ. എന്നാൽ നമ്മളെ അവിടെ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി വൃത്തി കൂടുതലാണ് അവിടെ. ആ പാലത്തിൻ്റെ അവിടെ പോയി കാണാം. കൊള്ളാല്ലേ, കണ്ടില്ലേ? ഇത് നമ്മുടെ മറൈൻ ഡ്രൈവ് ഒക്കെ സെറ്റപ്പില്ലേ, ഏതാണ്ട് അതുപോലത്തെ ഒരു സെറ്റപ്പ്. ഈ വഴി നടക്കാം. പിന്നെ മറ്റടുത്ത് കായൽ, ഇവിടെ കടൽ, അത് മാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നെ ഇവിടെ ഒന്നിങ്ങനെ ഇരിക്കാം ഗൈസ്. പിന്നെ ഫ്രഞ്ച് സിറ്റി ഇല്ലേ, ഫ്രഞ്ച് സിറ്റീനെ കുറിച്ച് പറയുവാണെങ്കിൽ ഒരു ഫോർട്ട് കൊച്ചി വൈബാണ്. എന്ന് വെച്ചാൽ അതുപോലത്തെ ഇതും അതുപോലത്തെ കുറേ ടൂറിസ്റ്റും കാര്യങ്ങളും എല്ലാം ഒരു ഫോർട്ട് കൊച്ചി വൈബ്. കൊള്ളാം, നല്ല സ്ഥലമാട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഗായ്സ്, ഇത് ഫുള്ള് ഫോർട്ട് കൊച്ചി വൈബാണ്. ഓരോ ബിൽഡിങ്ങും അതിൻ്റെ മുമ്പിലിരുന്ന് ഒരു ഫോട്ടോ എടുക്കണ ഒരു അറ്റ്മോസ്ഫിയറും ഫുള്ള് അതുപോലെയൊക്കെ തന്നെ. അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് പേഴ്സണലി. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഫുൾ ആ ഒരു സെറ്റപ്പ്. ഇവിടുത്തെ ഒരു സ്റ്റാർബക്സ് ആണ് ഗൈസ്. ഇനി ഞങ്ങൾ ഫ്രഞ്ച് കോളനി ഒക്കെ കഴിഞ്ഞു, നമ്മുടെ ഫോർട്ട് കൊച്ചി സെറ്റപ്പൊക്കെയാണ്. ഇനി ഞങ്ങൾ മാദ്രി മന്ദിർ അവിടെ പോവാണ്. ഇനി അവിടെ പോയിട്ട് കാണാം. ഫൈനലി മദർ മന്ദിർ പാർക്കിംഗ്. 50 രൂപ കഴിച്ചു ഇവിടെ പാർക്കിങ്, 50 റുപ്പീസ്. എന്തായാലേ കൊള്ളാന്താണേലും. ഇവിടെ ബാത്റൂമും ഫേസ് കഴുകണ സ്ഥലമൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവരിത് വെച്ചേക്കണേ. നല്ല രീതിയിൽ തന്നെ ടൂറിസ്റ്റ് മേഖലയൊക്കെ നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കാറിൻ്റെ പാർക്കിങ്ങിന് വല്ല 100-200 രൂപയായിരിക്കും. ബൈക്കിൻ്റെ തന്നെ ആയി എത്രയാടാ, 50 രൂപ. പിന്നെ ഇങ്ങോട്ടൊക്കെ ചെല്ലുമ്പോൾ അവിടെ റെഡ് ബുള്ളൊക്കെ ഇരിക്കണ്ടാ ആ കടയുടെ ഉള്ളിൽ. നമുക്ക് ആ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടേ ഒരുപാട് ഇവിടെ നടക്കാനുണ്ട്. നടന്ന് കുറേ നടക്കണം. ഒരു 10 കിലോമീറ്റർ നടക്കണ്ടാവുമല്ലോ. എന്തായാലും റിയാക്ഷൻ ഇല്ലാത്ത ഇതാണ് നമ്മൾ പോകുന്ന വഴികളെല്ലാം. ഇതാണ് ഇവിടെ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇത് ഏതോ ഒരു എല്ലാ കൺട്രി രാജ്യത്തു നിന്നും ഓരോ പിടി മണ്ണ് വെച്ചിട്ട് കൊണ്ടുവന്ന് കുറച്ച് ചരിത്രമുണ്ട്. ഇതൊരു 44 ഏക്കറിലാണ്. ഇതൊരു ആരോവില്ല എന്നും പറഞ്ഞൊരു വില്ല. 44 ഏക്കറുണ്ട് ഇത് കാണുന്നത് മൊത്തം. ആരോവില്ല എന്ന് പറഞ്ഞൊരു വില്ലയാണിത്. ഒരു വില്ലേജ്, അത് തന്നെ ഒരു വില്ലേജ് ആണിത്. അപ്പോൾ ഇത് 44 ഏക്കറുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 250 ഡിഫറെൻറ്റ് സ്പീഷീസ് മരങ്ങളുണ്ടെന്നാണ് പറയണേ. ഡിഫറെൻറ്റ് സ്പീഷീസ് മരങ്ങളുണ്ട് ഇവിടെ. അങ്ങനെയൊക്കെയാണ് പറയപ്പെടുന്നത്. അതിലെ ഒരു
ബിൽഡിംഗ് ആണ് ഈ മന്ദിർ എന്ന് പറയുന്നത്. അപ്പം അതാണ് നമ്മളിപ്പോൾ കാണാൻ പോണത്. അത് റെസ്റ്റോറൻ്റ് അല്ലടാ, ഇതൊരു റെസ്റ്റോറൻ്റാണ് കേസ് കൊടുത്ത് കിടിലനായിട്ട് പണിത് വെച്ചിട്ടുണ്ടല്ലേ സീൻ റെസ്റ്റോറൻറ്റ്. കൊള്ളാം. കയറി വരുമ്പോൾ ഇവിടെ കുറേ ടീ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ നിന്ന് വെള്ളം ചുമന്നുകൊണ്ട് എൻ്റെ ഒരു ആവശ്യമില്ല. ഇവിടെ അത്യാവശ്യം ഐസ്ക്രീം ഷോപ്പുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇവിടെ എല്ലാ സംഭവം ഉണ്ട്. ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാം. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഈ സാമാനം എടുക്കരുതെന്ന്, ചുമ്മാ പിടിച്ചോണ്ട് നടക്കുന്ന. ഞങ്ങളൊരു ഐസ്ക്രീം ഷോപ്പിൽ കയറി. ഇത് ബട്ടർ സ്കോച്ചും എന്തോ സിനമണ്ണും. അതെന്തായിരുന്നു ഫ്ലേവർ? മാംഗോ. എങ്ങനെയുണ്ട്? മാംഗോ ചോക്ലേറ്റ് വാനില മിക്സ്. അത് തന്നെ. ഇവിടെ നിന്ന് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കാട്ടോ, രസമാണ്, നല്ല പ്ലേസാണ്. അപ്പം നമ്മൾ പാസ് എടുത്തു. ഇതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ ഈ പാസ് എടുക്കണം. ഈ പാസിന് പക്ഷേ ഒരു കാശ് പോലും മേടിക്കല്ല. അത് നല്ലൊരു പരിപാടിയാണ്, മേടിക്കല്ല. 1.5 കിലോമീറ്റർ 30 മിനിറ്റ് വാക്ക് ചെയ്താണ് നമ്മൾ മന്ദിർ പോയിന്റിലെത്തുന്നത്. അതാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അല്ല, ഈ അലനും ഭയങ്കരമായിട്ട് നടക്കാൻ മടിയാണ് കൈസ്, ഭയങ്കരമായിട്ട്. ഞാൻ നിൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കൈസ്. അപ്പോൾ 1.5 കിലോമീറ്റർ നടന്നിട്ട് വേണം നമുക്ക് ഇത് ചെയ്യാൻ. അല്ല, ഈ ഇത് കാണാൻ വേണ്ടി. ഇല്ല, ഇത് കാണണം നമുക്ക്, മന്ദിർ കാണണം നമുക്ക്. അത് കാരണം 1.5. പക്ഷേ ഇത് ഫ്രീ ആണ്, പാസ്സൊക്കെ ഫ്രീയാ. രസമുണ്ട്. ഇത് ഇവിടെ ഫെൻസിങ് ക്ലാസ് ഒക്കെ ഉണ്ട്. ഫെൻസിങ് ഒക്കെ ആരെങ്കിലും പോണ്ടിച്ചേരി പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി ഗൈസ്. ഇല്ലില്ല, വെയിലില്ല. ഇവിടെ ഈ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഗൈസ് അത്രയ്ക്ക് വലിയ വെയിലും കാര്യങ്ങളൊന്നുമില്ല. ഇത് പോണ്ടിച്ചേരിയിൽ നിന്ന് ഈ എന്ന് വെച്ച് കഴിഞ്ഞാൽ 16 കിലോമീറ്റർ മാറിയാണ് ഈ സ്ഥലങ്ങളൊക്കെ ചെയ്യണത്. എടാ വണ്ടി ഫ്രീ അല്ലടാ, കാശുണ്ട് ഗൈസ്. അപ്പം ഞങ്ങൾ 2 സ്കൂപ്പ് ഐസ്ക്രീം കഴിച്ചാൽ, 1 അല്ല 2 സ്കൂപ്പ്. അപ്പോൾ അത് ദഹിക്കാൻ 1.5 കിലോമീറ്റർ നടന്നാൽ പോരെ സത്യം പറഞ്ഞാൽ. പക്ഷെ നമ്മൾ 3 കിലോമീറ്റർ ടോട്ടൽ നടക്കണ്ടല്ലേ അങ്ങനെ കൂട്ടുമ്പോൾ. ഷോ അതെൻ്റെ പോകണ്ട, എന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ. പക്ഷെ അവരത് കാണിക്കാത്തതാണ്. അല്ല ഗൈസ്. അപ്പം ഞങ്ങളുണ്ടല്ലോ ഇവ പറഞ്ഞിട്ട് ഇലക്ട്രിക് റെൻ്റൽ സൈക്കിൾ എടുക്കാൻ പോയതാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു 500 മീറ്ററോളം നടന്നു. എന്നിട്ടാണ് പിന്നെയും അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞ് 1 കിലോമീറ്റർ വന്ന് റെൻ്റൽ ചോദിച്ചത്. എൻ്റെ പൊന്ന് ഗൈസ്, അവിടെ അപ്പം പറയാ നിങ്ങൾക്ക് നല്ല ആരോഗ്യം ഉണ്ടല്ലോ, നടന്നു പോകാൻ പാടില്ലേത്. അയ്യോ, എന്നിട്ട് ഇതേ പിന്നെ നടക്കുക. ഇതാണ് സ്വയമായിട്ട് കുഴി തോണ്ട് എന്ന് പറയാ. കേട്ടോല ഭാരത് നിവാസ് പാവലിയൻ ഓഫ് ഇന്ത്യ. അല്ലല്ല, ഇത് തുറക്കാൻ പറ്റൂലേ? ഇവിടെ ഉണ്ടല്ലോ കിടിലനായിട്ട് എന്താണ് നടക്കണ സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ഇരിക്കാനൊക്കെയുള്ള സെറ്റപ്പും ഉണ്ട് ഗൈസ്. ഇപ്പം നിങ്ങൾ നടന്ന് തളർന്നിരിക്കുവാണെങ്കിൽ ഇവിടെ ഇരിക്കാം, ഇത് അവിടെ ഇരിക്കാം, കിടക്കാം, ഉറങ്ങാം. കാരണം ഇവിടെ വെയിൽ അടിക്കണ പരിപാടിയേ ഇല്ല. ഇത് മൊത്തം നടന്നാൽ നമ്മൾ തീരില്ല. കാരണം 44 ഏക്കറുണ്ട്. നടന്നാലോ അല്ല 44 ഏക്കർ. ഇതിൻ്റെ ഉള്ളിലേ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇതാണ് മറ്റേ വ്യൂ പോയിന്റിലേക്ക് പോകാനുള്ള വഴികൾ. കിടിലനായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുകയാണെങ്കിൽ എന്തായിരുന്നു, ഇതൊരു എക്സ്പെരിമെൻ്റൽ ടൗൺഷിപ്പാണ്. ഇത് ഫെബ്രുവരി 28, 1968 ഇനാഗ്രേഷനൊക്കെ കഴിഞ്ഞത് ഇതിൻ്റെയൊക്കെ. അപ്പം ആ 68 മുതലുള്ളതായിരുന്നു ഇത്. അന്ന് ഇനാഗ്രേഷന് ഏകദേശം 5000 ആൾക്കാർ ഏതോ ബനിയൻ ട്രീയുടെ അടിയിലൊക്കെ വന്ന് നിൽക്കണമെന്നൊക്കെ വിക്കിപീഡിയ പറഞ്ഞു. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയും കേട്ട് കേൾവിയുള്ള സ്ഥലമാണിത്. രസമാണ് ഇതിൽ കൂടെ ഇങ്ങനെ നടക്കാൻ. നല്ല കാറ്റ്. ഇപ്പം ദേ മഴ പെയ്യാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. മഴ പെയ്തു. അപ്പം നല്ല കാറ്റത്ത് ഇതുവഴി നടക്കാൻ നല്ല രസമാണ് ഗൈസ്. ഇത് ഇവിടുത്തെ ഒരു ടോയ്ലറ്റ് സെറ്റപ്പ്. ഇവിടെ ടോയ്ലറ്റൊക്കെ ഉള്ളത്. പിന്നെ നമ്മൾ മന്ദിർ വ്യൂ പോയിന്റ് ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക്. ഇവിടെയും ഉള്ളിലൊക്കെ കുറേ കടകളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അത് എന്തോ ചട്ടിയും കലമൊക്കെ വിൽക്കണ കടയെന്ന് തോന്നുന്നു. ഇന്ത്യയിലാവട്ടെ. ഇതെന്താ സാധനം എന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല. ഇത് ടോയ്ലറ്റാണ്, അത് ലേഡീസ് ടോയ്ലറ്റ്, ജെൻസ് ടോയ്ലറ്റ് അവിടെ ഉണ്ട്. അത് ഒരു വേറെ എന്തോ സാധനമാണ്. അങ്ങനെയല്ലടാ, ടോയ്ലറ്റുകൾ കണ്ടു. ഇതെന്താ സംഭവം എന്നറിയില്ല. ഇതെന്തോ ഒരു അതിൻ്റെ ഉള്ളിൽ കുറേ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഒരു മ്യൂസിയം പോലത്തെ സെറ്റപ്പ് കണ്ടോ. പിക്ചർ ഗാലറി ആണെന്ന് തോന്നണു അത്. അപ്പോൾ പിക്ചർ ഗാലറി അത്. അപ്പോൾ അതിൻ്റെ ബാക്കിലെ ടോയ്ലറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
പിന്നെ ഇവിടെ കംപ്ലീറ്റ്ലി ക്ലീനാണ് ഗൈസ്. ഭയങ്കര ക്ലീൻലിനെസ് എനിക്ക് ഫീൽ ചെയ്തു ഇവിടെ വന്നപ്പം. ഇവിടെ കുറേ ഇതുണ്ടോ, ഹാർമോണി ഹാൾ, പ്രോഗ്രസ് ഹാൾ, അങ്ങനത്തെയൊക്കെ കുറേ ഹാളുകളുണ്ട്. ഇവിടെ എന്തൊക്കെയോ പരിപാടികളുണ്ട് ഓരോ സമയത്തും. ചിലപ്പോൾ ഡിപ്രഷൻ അടിച്ചിരിക്കുമ്പോൾ പ്രോഗ്രസീവ് ഹാളിലോ ഹാർമോണി ഹാളിലൊക്കെ കൊണ്ടിടുമായിരിക്കും ഗൈസ്. അതുമല്ല ആയിരിക്കും ഇതിൻ്റെ സെറ്റപ്പ്. ഇവിടെ ടിക്കറ്റ് ഉണ്ട് ഗൈസ്. വൈൽഡ് ലൈഫ് ആർട്ട് ഗ്യാലറി ഒക്കെ കാണാൻ ടിക്കറ്റ് ഉണ്ട്. അല്ലാത്ത പക്ഷം ഇതൊക്കെ ഫ്രീ തന്നെ. പോണ വഴിക്ക് ഭയങ്കര മഴയാണ് ഗൈസ്. മഴയോട് മഴ. ഞാൻ മഴയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അല്ലടാ ഗൈസ്. അവിടെ ഒരു ഫോട്ടോ ഒക്കെ, ഒരു സ്റ്റാച്ചു കാണാം. ആരുടെയാണെന്ന് എനിക്കൊരു പിടുത്തമില്ല. നിങ്ങൾക്ക് ആ സ്റ്റാച്ചു കണ്ടിട്ട് ആറ്റാന്ന് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ 5000 പേര് ഇതിന് ഇനാഗ്രേഷന് താഴത്ത് തടിച്ചു കൂടിയ ബനിയൻ ട്രീ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിപ്പോൾ 100 വർഷത്തെ പഴക്കം ഉണ്ടെന്നാണ് പറയുന്നത്. ഈ ബനിയൻ ട്രീക്ക് 100 വർഷത്തെ പഴക്കം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്ററാണ്. എന്ന് വെച്ചാൽ അരോവില്ലയുടെ സെൻറ്ററാണ്. ഈ 44 ഏക്കറിൻ്റെ സെൻറ്ററിൽ നിൽക്കുന്ന സ്ഥലത്ത്. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ നിൽക്കുന്നത് സെൻറ്ററിലാണ്. ഇതാണ് ആ ബനിയൻ ട്രീ. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് തന്നെയാണോ ബനിയൻ ട്രീ എന്ന്. ഇതാണ് ആ ബനിയൻ ട്രീ ഗൈസ്. അന്ന് ഉദ്ഘാടനത്തിൻ്റെ അന്ന് 5000 പേര് ഇതിൻ്റെ അടിയിൽ നിന്നാണ് അരോവില്ലെ ഉദ്ഘാടനം ചെയ്തത്. കാരണം ഇവിടെ നിൽക്കാൻ കാരണം അതാണ്, സെൻറ്ററാണ്. സെൻറ്ററായിട്ടുള്ളതാണ് ഈ അരോവില്ലയുടെ ഈ ബനിയൻ ട്രീ സെൻറ്ററാണ്. ഇവിടെ ഇരിക്കാനും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ബസ് സർവീസ്, താഴത്തേക്ക് പോകാൻ ബസ് സർവീസ്. ഇതിന് കാശുണ്ടോയെന്ന് എനിക്കറിയില്ല ഗൈസ്. അലൻ ഇനിയും ഒരു 2 കിലോമീറ്റർ നടന്നാലും ഒന്നുമില്ല എന്ന് പറഞ്ഞിരിക്കണം അലൻ ഗൈസ്. അപ്പം നമ്മൾ 2 കിലോമീറ്ററോളം ഇങ്ങനെ നടന്ന് വരുമായിരുന്നു. അപ്പോഴാണ് ഈ ഒരു ബോർഡ് കണ്ടത്, ഫ്രീ ബസ്. അതേ ഗൈസ്, താഴത്തേക്ക് ഇറങ്ങാൻ ഫ്രീ ആയിട്ട് ബസ്സുണ്ട്. അതൊരു നല്ല തീരുമാനം. ഇവിടെ നല്ല പോലെ ഇവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലടാ. നമ്മുടെ കേരളത്തിൽ പോലെയല്ല. കേരളത്തിൽ എന്തിനു തൊട്ടാലും പിടിച്ചാലും പൈസയാണ്. ശരിയാ. ഫ്രീ. ഇവിടെ ആർക്കും അങ്ങനെ പൈസയോടുള്ള ഇൻട്രസ്റ്റ് പൈസയോടുള്ള ഇൻട്രസ്റ്റ് ഞങ്ങൾ കണ്ടില്ല. ഈവൻ ഞങ്ങൾ പോലീസുകാരാണെങ്കിലും നമ്മൾ കണ്ടൊന്നുമില്ല. കാരണം ഇവിടെ ആർക്കും ഹെൽമെറ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ആകെ ഇവർ പിടിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഏതാണ് റോങ് സൈഡ് കയറി വന്നാലും പാർക്കിങ്ങിൻ്റെ ഒക്കെയാണ് അവർ പെറ്റി അടിക്കുകയുള്ളൂ. അതും ഞങ്ങൾ കണ്ടതാണ്. പെറ്റി അടയ്ക്കേണ്ടത് അവരുടെ കയ്യിലേക്കല്ല, ഡയറക്റ്റ് കാശ് മേടിക്കാൻ, മീൻസ് ഡയറക്റ്റ് ആ ഇതിലേക്ക് കാശ് പോവല്ലേ. അങ്ങനത്തെ സെറ്റപ്പൊക്കെയാണ്. ഇനിയിപ്പം ഈ ചെല്ലാനിലേക്ക് ഡയറക്റ്റ് പോവാണ്. ഇവിടെ ഇനി നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇതാണ് മന്ദിറിൻ്റെ ഗേറ്റ്. പിന്നെ ഇവിടെ കുടിവെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെയും പറയണു, നിങ്ങൾ വെള്ളമൊന്നും കൈ പിടിച്ചുകൊണ്ട് കയറണ്ട. വെള്ളമൊക്കെ എല്ലായിടത്തും ഉണ്ട് ഗൈസ്. ഇനി കുറച്ചുകൂടി ഉള്ളൂ, ഇറങ്ങിയിട്ട് കുടിക്കാം. ഇപ്പം തന്നെ എത്തും. ഇതാണ് നമ്മുടെ മന്ദിർ ഗേറ്റിൻ്റെ ഗേറ്റ്. ഫൈനലി അതാണ് നമ്മൾ ഇത്രയും നേരം കാണാൻ വന്ന മന്ദിർ. അതാണ് സംഭവം. അതിൻ്റെ അടിയിൽ ഇപ്പോഴും എന്തൊക്കെയോ പണികൾ നടക്കുന്നുണ്ട്. ഒരു അവിടെ സ്വിമ്മിംഗ് പൂളാണോ അവിടെ? അത് ഇവിടെ എല്ലാത്തിൻ്റെ ചരിത്രമുണ്ട്. ഇത് കണ്ടോ, ബനിയൻ ട്രീയുടെ ചരിത്രം. 12 ഗാർഡൻസ് ഇവിടെ ഉള്ള അത്യാവശ്യം സ്പെഷ്യൽ സാധനം. 12 ഗാർഡൻസിൻ്റെ ചരിത്രം. ഇതാണ് മാത്രി മന്ദിറിൻ്റെ ചരിത്രം. കണ്ടോ, 21 ഫെബ്രുവരി 1971 ഈ മന്ദിർ ഇവിടെ പണിയാൻ കഴിപ്പിച്ചത്. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ അത് വായിച്ചു വെക്കുക. പിന്നെ ഇത് അവിടുത്തെ ലേക്ക്. അത് വാട്ടർ റിസർവോയറൊന്നുമല്ല, അത് ലേക്കാണ്. ആ ലേക്ക് കണ്ടോ, ഒരു ഇൻബിൽഡ് ലേക്കാണ്. ആ ലേക്കിൻ്റെ ചരിത്രമാണ് ഈ കൊടുത്തേക്കണത്. അവിടെ ഉണ്ടല്ലോ ഈ സൂര്യൻ ഇത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഗോൾഡനായിട്ട് ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കും. അതാണ് മെയിൻ അട്രാക്ഷൻ. നല്ല വെയിലുള്ള സമയത്ത് വരുമ്പം അവിടെ സൂര്യൻ വരും. സൂര്യൻ വന്നു കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് എന്ന് വെച്ചാൽ സ്വർണ്ണ നിറത്തി തിളങ്ങി നിൽക്കും. അതാണ് ആ സാധനത്തിൻ്റെ ഒരു പ്രത്യേകത. ഇതെല്ലാം ഒരു ടൗൺഷിപ്പിൻ്റെ ഭാഗമാണ് ഗൈസ്. ഇത്രയും വൃത്തിയായിട്ട് ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടും എത്രയാ 68-ലാണ് ഇതിൻ്റെ ഇനാഗ്രേഷൻ. ഈ ടൗൺഷിപ്പിൻ്റെ മൊത്തം ഇനാഗ്രേഷൻ കഴിഞ്ഞത്. ഇത് വന്നത് 1971-ലാണ്. അപ്പം അങ്ങനെയൊക്കെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ കുറേ പണികൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. പണികളൊന്നും പൂർത്തിയായിട്ടില്ല. എന്താലേ സീൻ. അപ്പോൾ ഗൈസ്, ആ മന്ദിർ ഞങ്ങൾ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെഡിറ്റേഷൻ ക്ലാസ്സാണ്. ഭയങ്കര ആത്മീയതയാണെന്നാണ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത്. ഭയങ്കര ആത്മീയത. അപ്പം ആ ബുക്ക് ചെയ്യണത് എനിക്കറിയില്ലായിരുന്നു. നിങ്ങളിവിടെ വരുമ്പം ആ മന്ദിർ, നിങ്ങൾ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറും മെഡിറ്റേഷനൊക്കെ വേണമെങ്കിൽ അവിടെ പോവുക. അവിടെ കുറേ ഫോറിനേഴ്സാണ് വന്നത്.
ഞങ്ങൾ ഇന്നിപ്പോൾ കുറേ പേര് അങ്ങോട്ട് പോകണുണ്ട്, പക്ഷേ ഇതിനാന്ന് പിന്നെയാണ് മനസ്സിലായത്. അപ്പം അതാണ് മന്ദിറിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നത്, മെഡിറ്റേഷൻ ക്ലാസ്സസ്. അത് വൈകുന്നേരം 6 മണി വരെ എങ്ങാണ്ടേ ഉള്ളൂ സംഭവം. ഇത് ഇവിടുത്തെ ഒരു റെസ്റ്റോറൻ്റ് ആണ്, ഓർഗാനിക് റെസ്റ്റോറൻറ്റ്. ബുക്ക് ഷോപ്പ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ റെസ്റ്റോറൻ്റ് അതാണ് റെസ്റ്റോറൻറ്റ്. ചായക്കടയാണ് കഴിച്ച്. ഞങ്ങളൊരു മസാല ദോശ കഴിക്കാൻ നിൽക്കുക. പിന്നെ ഇത് ഇവിടെയൊക്കെ തന്നെ കുറേ സാധനം ഉണ്ടോ, ബൊട്ടീക്ക്, പിന്നെന്താണ് ഇത് ഉള്ളിൽ ഇത് റെസ്റ്റോറൻറ്റ്. പിന്നെ ഇത് ഏതായിരുന്നു, ഇത് ഫ്രഞ്ച് ഭാഷയിലാണ്. ബുക്ക് ഷോപ്പ് എല്ലാം ഉണ്ട്. ഞാൻ ആദ്യം ആ പെണ്ണുമ്പിള്ളേനെ കണ്ടപ്പോൾ പേടിച്ചു പോയി, പിന്നെ മനസ്സിലായ ബൊമ്മയാണ്. ആൻറ്റിക്കെല്ലാം ഉണ്ട് ഇവിടെ. അപ്പം ഇവിടെ ചായ മാത്രമേ കിട്ടുള്ളൂ. നിങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോവാം. നടന്ന് എൻ്റെ പൊന്നാ ഗായ്സ്, സൂപ്പാട് ഇളകി ഗായ്സ്, സൂപ്പാട്. ഇനി എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ടൊന്ന് റൂമിൽ പോകണം. ഇനി കുറച്ച് സ്പോട്ടൊക്കെ നാളെ പോയി കറങ്ങണം. ഇനിയിപ്പം കുറച്ച് റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ കഴിച്ച് അല്ലടാ. ഈ ട്രിപ്പ് മൊത്തത്തിൽ തീറ്റയായിരുന്നു ഗൈസ്, തീറ്റയോട് തീറ്റ. പിന്നെ ഫുഡ് കഴിക്കണമല്ലോ യാത്രയ്ക്ക് പോകുമ്പോൾ, എന്നാലല്ലേ നമുക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ. പക്ഷെ ഇന്ന് ഞാൻ വളരെ കുറച്ച് ഫുഡ്, ആകെ ഒരു ബിരിയാണിയുടെ ബലത്തിലാണ് കഴിച്ച് ഞാനിവിടെ ഇരിക്കണേ. പിന്നെ ഒരു ചെറിയ ഐസ്ക്രീമും കഴിച്ചു. ആദ്യമായിട്ടാണ് എൻ്റെ കുറേ കാലം കൂടി ഞാൻ ഇങ്ങനെ കഴിക്കാതിരിക്കണേ. അറിയാല ഇവിടുത്തെ KFC ഔട്ട്ലെറ്റാണ് കഴിച്ച്. ഇവിടെ 2 ഇതുപോലത്തെ മിഷനുണ്ട്. പിന്നെ അവിടെ പോയി ക്യൂ എടുക്കാം. രാത്രിയിലത്തെ ഫുഡ് മേടിക്കാൻ വന്നതാണ് ഗൈസ്. രാത്രിയിലത്തെ ഫുഡ് അല്ലടാ, രാത്രിയിലത്തെ സ്റ്റാർട്ടർ. അതെ, ഫുഡ് മേടിക്കാൻ വന്നതാണ്. അപ്പോൾ നമ്മള് വല്ലാത്തൊരു യാത്രയായിരുന്നു. അവിടെ ഉണ്ടല്ലോ ഒരു 3-4 കിലോമീറ്ററോളം നമ്മൾ നടന്ന് ആകെ ക്ഷീണിച്ച് ടയേർഡായി വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ KFC നമ്മൾ മേടിച്ച KFC ഇല്ലേ, അതൊക്കെ കഴിച്ചിട്ടോ ഗൈസ്. എവിടെയായിരുന്നു KFC ഇരിക്കണേ? KFC ഒക്കെ കഴിച്ച് നമ്മൾ തീർത്ത്. പിന്നെ റെഡ് ബുള്ളൊക്കെ മോൺസ്റ്ററൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. KFC കഴിച്ച് തീർത്തത്, പിന്നെ മോൺസ്റ്ററൊക്കെ ഉണ്ട് ഗൈസ്. എല്ലാം നമ്മൾ തീർത്തു. അപ്പം ഇന്ന് ഞങ്ങൾ ആകെ 2 സ്ഥലത്തേ പോയുള്ളൂ. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ റൂം മാറി കുറേ ടൈം അല്ല, ഒരു 11 ആയപ്പോൾ നമ്മൾ ഇറങ്ങി. പക്ഷെ കുറച്ച് ടൈം എടുത്തു നമ്മൾ എല്ലായിടത്തും ഒന്ന് എത്താൻ. ആകെ 2 പോയുള്ളൂ. ഇനി ഞങ്ങളൊരു 3 സ്ഥലത്ത് 4 സ്ഥലത്ത് പോകണം എന്ന് ഓർത്താ. പിന്നെ എല്ലായിടത്തും ഓടിപ്പോയിട്ട് വരാൻ പറ്റൂല്ലോ, പോയിട്ട് മാക്സിമം എൻജോയ് ചെയ്യണ്ടേ. പിന്നെ ബീച്ചാണ് മൊത്തം ഇവിടെ മെയിനായിട്ട്. ആ സ്ഥലമാണ് ഉള്ളത്, മറ്റേ ആരോവില്ലാണ് മെയിനായിട്ട് ഉള്ളത് ഇവിടെ. അവിടെയാണ് മറ്റേ ഞാൻ പറഞ്ഞില്ലേ മന്ദിറും കാര്യങ്ങളൊക്കെയാണ് കാണാറുള്ളത്. അതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ സംഭവം നമ്മൾ ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തിട്ടാണ് കയറാൻ പറ്റുള്ളൂ അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അത് നമുക്ക് അറിയില്ലായിരുന്നു. പിന്നെ രാത്രി അങ്ങോട്ട് ഇറങ്ങണം ഭയങ്കര ക്ഷീണം കഴിച്ചു, ഭയങ്കര ക്ഷീണം. അത് തന്നെ ഇന്ന് പിന്നെ KFC ഓഫറുണ്ട്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, 399 രൂപയുടെ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ മേടിച്ചത്. അപ്പോൾ ഗൈസ് വീഡിയോ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. നാളത്തെ കാര്യം ഒന്നും അറിയില്ല. നാളെ കുറച്ച് ബീച്ചും കൂടി കറങ്ങുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോണ രീതിയിലായിരിക്കും. കാരണം വേറെ ഒന്നും ഇവിടെ കാണാനില്ല, 2 ദിവസത്തേക്കുള്ള കാണാനുള്ളൂ. നാളെ ഞങ്ങൾ സ്റ്റേ അടിക്കുമെന്ന് വെച്ചാൽ അറിയില്ല, അതൊക്കെ നോക്കണം ഗൈസ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ ഗൈസ്. ബൈ.